അതാണ് മറിയത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? 1 കൊരിന്ത്യൻസ് 6:17 എന്താണത്? ഒന്ന് ഏറ്റുപറഞ്ഞ്. കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോട് കൂടെ ഏകാത്മാവായി തീരുന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിരന്തരം ജീവിക്കുന്ന കാരണം മറിയത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ഏകാത്മാവായി തീരും. അപ്പോൾ എന്നാ സംഭവിക്കണത്? ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. 2:16. 1 കൊരിന്ത്യൻസ് 2:16. ശ്രുതികടെ ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യൻസ് 2:16. ആത്മീയ മനുഷ്യൻ 15 തുടങ്ങുക വചനം. ആത്മീയ മനുഷ്യൻ ഏറ്റുപറഞ്ഞ്. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കുവാൻ ആർക്ക് കഴിയും? അപ്പൊ അമ്മ ആത്മീയ മനുഷ്യനാണ്. കാര്യം എന്താണ്? ഷീ ഈസ് ഫുൾ ഓഫ് ഗ്രേസ്. മലാഖ് തന്നെ സല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പറയണത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. ആത്മീയ മനുഷ്യനാണ്. ആത്മീയ മനുഷ്യൻ്റെ വിഷയം എന്താണ്? ആത്മീയ മനുഷ്യൻ? 1 കൊരിന്ത്യൻസ് 2:16 എന്ന് പറഞ്ഞ ആത്മീയ മനുഷ്യൻ 2:15 കേട്ടോ. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ ഇൻ ദ അനൗൺസിയേഷൻ. മംഗളവാർത്ത സംഭവിച്ചതും അത് തന്നെയാണ് കാനായിൽ 2:3 സംഭവിച്ചതും. എന്താ കാര്യം? അമ്മ ആത്മാവിനെ വിവേചിച്ചു. ആത്മീയ മനുഷ്യൻ 1 കൊരിന്ത്യൻസ് 2:15 അനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്നു. അമ്മ എന്താ? എനിക്കും നിനക്കും എന്താ? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്നല്ലേ അമ്മയോട് പറയണത്. പക്ഷേ ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യും? അത് വിവേചിക്കും. സമയമായില്ലെങ്കിൽ ആ സമയത്തെ ആക്കിയെടുക്കാൻ എന്താണ് മാർഗം? അവൻ പറയണത് പോലെ ചെയ്യുക. എന്ന് പറയുന്നത് എന്താണ്? എന്ത് തീർന്നു പോയാലും അതിൻ്റെ പ്രതിവിധി അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഉദ്യോഗം തീർന്നു പോയി, ജോലി പോയി അച്ഛാന്ന് പറയാൻ എൻ്റെ അടുക്ക. ഞാൻ പറയും, നീ അവൻ പറഞ്ഞ പോലെ ചെയ്തോ, ജോലി തിരിച്ച് ഈ കമ്പനിയെ കൊണ്ട് തന്നെ തിരിച്ചു വിളിപ്പിക്കും. ചില ആൾക്കാർ വന്ന് സങ്കടത്തോടെ പറയും, അച്ഛാ എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തച്ചാന്ന് പറയും. അപ്പോൾ ഞാൻ ചിരിക്കും. അപ്പോൾ അവൻ്റെ ജീവിതം പോയി, എൻ്റെ കുഞ്ഞുങ്ങളും പട്ടിണിയായി. അപ്പോൾ എനിക്ക് ചിരി വരുമ്പോൾ അച്ഛൻ എന്ത് മനുഷ്യനെന്ന് ഓർക്കും. ഞാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ഈ തീർന്നു പോണ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇവിടെ ഇരിക്കണത്. തീർന്നു പോകണമെന്ന് ചോദിച്ചാൽ ജോലി തീർന്നു പോയി എന്ന് പറയത്തില്ലേ? ജോലി തീർന്നു പോയി, അവരുടെ പ്രോജക്റ്റ് തീർന്നെന്ന് പറയത്തില്ലേ? അപ്പോൾ ഇനി പുതിയ പ്രോജക്റ്റ് കമ്പനിക്ക് വന്നില്ലെങ്കിൽ യു ആർ ഔട്ട്. അതാണ് പറയണത്, തീർന്നു പോണ കാര്യങ്ങൾ. ഇപ്പോൾ യോഹന്നാൻ 2:3 വീഞ്ഞ് തീർന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിയാക്കാൻ അവർക്ക് നിവർത്തിക്കേടായെന്ന അർത്ഥം. എന്തെങ്കിലും തീർന്നു പോയാൽ ബൈബിൾ ചെയ്യണ കാര്യം എന്താ? അവൻ പറഞ്ഞ പോലെ ചെയ്യണം. ഇപ്പം പട്ടിണി വന്നില്ലേ, ക്ഷാമക്കാലം. ഏലിയായുടെ കാലത്ത് സെരേപ്താലെ വിധവയുടെ അടുത്തേക്ക് പോകാനുള്ള കാരണം എന്താ? ഏലിയായുടെ കാലത്ത് 1 രാജാക്കന്മാർ 17:14 എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല. അപ്പം മാവ് തീർന്നു പോവുക, വീഞ്ഞ് തീർന്നു പോവുക, അതുപോലെ തന്നെ കടത്തിലെ എണ്ണ തീർന്നു പോവുക, ഇതൊക്കെ സ്വാഭാവികമായ ഒരു കുടുംബത്തെ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ്. ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ പുതിയതല്ല. കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞു തീർന്നു പോയതല്ല. പഴയ നിയമത്തിലും സെയിം അതേ അക്കത്തിൽ 14 വയസ്സ് നോക്കിയ 13 വയസ്സ് എന്നാ പറ്റിയ ഏലിയ അവളോട് പറഞ്ഞു. ആരോട്? സെരപ്താലെ വിധവയോട്. ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. അതാണ് സംഭവം. അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യന് അവിടെ നാട്ടിൽ പട്ടിണിയാണ്. ഭയങ്കര വരൾച്ച കാലമായത് കാരണം നദി വരെ വറ്റിപ്പോയി. കൊയ്ത്തൊന്നുമില്ല, ഗോതമ്പില്ല, പൊടിയില്ല, അതുകൊണ്ട് ദോശയുമില്ല, ഇഡ്ഡലിയുമില്ല, ഒന്നുമില്ല. പട്ടിണിയാവും, പണ്ടാരപ്പട്ടിണി. അപ്പോൾ ഈ ഏലിയ സെരപ്തായിൽ സിദോനിൽ സംഭവിക്കുന്ന സംഭവമാണ്. സിദോനിലെ സെരപ്തായുടെ വിധവയുടെ അടുത്തേക്ക് ദൈവം പറഞ്ഞുവിടും, സെരപ്തായിൽ വിധവ ഉണ്ട്, ഞാൻ അവളോട് പറഞ്ഞുവിടും നിനക്ക് ഭക്ഷണം തരാൻ, നീ അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറയും.
അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ ഈ വിധവയെ കാണും. അവർ ചുള്ളിക്കമ്പ് പെറുക്കിയെടുക്കുകയാണ്. അപ്പോൾ പറയും എനിക്കിത് വെള്ളം തരാൻ പറയും. അപ്പോൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ പറയും ഒരപ്പം കൂടി തന്നേക്കാൻ പറയും. അപ്പോൾ വിധവ പറയും അപ്പം ഇല്ല, ഇത്തിരി പൊടി മാവിൻ്റെ ഇത്തിരി മാവ് പൊടിമാവ് കലത്തിൻ്റെ ചുവട്ടിലുണ്ട്, ഇത്തിരി എണ്ണ ഭരണിയിലുമുണ്ട്, ഞാനും മകനും ഉണ്ട്, ഞങ്ങളൊരപ്പം ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് ചാകാൻ പോയി, നാളെ അപ്പം കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പില്ലെന്ന് പറയും. അപ്പോൾ ഏരിയ പറയും ഞാൻ പറയണ പോലെ നീ ചെയ്യ്, കർത്താവ് അരുളി ചെയ്യുന്നു, അങ്ങനെ ചെയ്താൽ ഇനി കലത്തിലെ മാവ് വറ്റി പോകത്തില്ല, തീർന്നു പോകത്തില്ല, പിന്നെ കുടത്തിലെ എണ്ണ വറ്റിപ്പോകത്തില്ല. ഇങ്ങനെ തീർന്നു പോകുമ്പോൾ എന്താ ചെയ്യണത്? ഞാൻ പറഞ്ഞ പോലെ അവിടെ ഏലിയ അല്ല പറയണത്. ആരാ പറയണത്? ഏലിയായെ പറഞ്ഞയച്ച് ദൈവമാണ് പറയണത്. കൈ ഇടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധപരമതിവികാരണത്തിന് ഇപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? എന്താണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ തീർന്നു പോയാൽ, ജോലി, വീട്, വിവാഹം, പണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്സാഹം, നിങ്ങൾക്ക് ബോറടിക്കണമെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ഫിസിക്കാലിറ്റി മെയിൻ്റനൻസിനുള്ള എല്ലാ സാധനത്തിൻ്റെ കുഴപ്പം ഇത് തീർന്നു പോകുന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പണം ഉണ്ടാകാം, ജോലി ഉണ്ടാകാം, നല്ല കാശ് പ്രൊമോഷൻ ഉണ്ടാകാം, മക്കളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും യു ഡോണ്ട് ഫീൽ ഇഫ് യു ആർ ഡൂയിങ് ആസ് ഇഫ് ഇറ്റ് ഇസ് ദെയർ ഇസ് നത്തിങ്. നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത പോലെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്തോ തീർന്നു പോയിട്ടുണ്ട്. എന്താ തീർന്നത്? പരിശുദ്ധാത്മാവാണ് തീർന്നിരിക്കുന്നത്. അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, പ്രൊമോഷനുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്. പരിശുദ്ധാത്മാവ് മാത്രമേ ഇല്ല. അപ്പോഴെല്ലാം തീർന്ന പോലെയാവും. കാര്യം എന്താണ്? അനുഭവിക്കാൻ യോഗ്യതയില്ല. അനുഗ്രഹമുണ്ട്, പക്ഷേ അനുഭവിക്കാൻ യോഗ്യതയില്ല. ദിസ് ഈസ് അവർ മെയിൻ സബ്ജക്റ്റ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായാലും അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് കൂടി നിർബന്ധമായിട്ട് വേണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ 4:13 യോഹന്നാൻ ശ്രീകാരുടെ സുവിശേഷം 4:13 ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. ആരോട് പറഞ്ഞാണ്? ഈശോ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞതാണ് അല്ലേ? എന്താ പറഞ്ഞത്? സമറിയക്കാരോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവനെ ഇനിയും ദാഹിക്കും. 5 ഭർത്താക്കന്മാരൊക്കെ വെച്ച് ജീവിക്കുന്ന കക്ഷിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരു ദാഹം ഉള്ളിലുണ്ടാവും. എപ്പോഴും ഒരു ബോറടിക്കും. ദാഹം എന്ന് പറയുമ്പോൾ ദാഹം തന്നെയാണല്ലോ. ഇപ്പം നമുക്ക് ഈ മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, സ്ഥലങ്ങളുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്. അപ്പോൾ സംതിങ് മിസ്സിങ്. ഇതിൻ്റെയൊക്കെ ഒരു തക്കതായ ഫലം നമുക്ക് കിട്ടണില്ല. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇപ്പോൾ നമ്മൾ തെങ്ങ് വെച്ച് അതിന്മേൽ തേങ്ങ ഉണ്ടായി, അത് നമ്മുടെ പെടലിക്ക് വന്ന് വീണാൽ എന്ത് ചെയ്യും? ചത്തുപോകും നമ്മൾ. തെങ്ങുണ്ട്, തേങ്ങ ഉണ്ടോന്നൊരു കാര്യമുണ്ടോ? തലയിൽ വന്ന് വീണാൽ എന്ത് ചെയ്യും? മക്കളുണ്ട്, തേങ്ങ തലയിൽ വീണ പോലെ ഇരുന്നാൽ എന്ത് ചെയ്യും? ചിലവരൊക്കെ മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോടെ. എനിക്ക് ശരിക്കും പറഞ്ഞ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, എന്നാലും ഞാൻ ഈ മാതാപിതാക്കന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറയുകയാണ്. അതായത് ഈ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേർ അല്ലെങ്കിൽ 20, 21 ചിലരുണ്ടല്ലോ, എല്ലാവരും അല്ല, ദേഹം കണ്ടുപിടിച്ച് നോക്കാണ്ട് തന്നെ അതല്ല, ചിലരുമല്ല, ചിറക്ക് പണ്ടാര സ്നേഹമാണ് മാതാപിതാക്കന്മാരോട്. എപ്പോഴും അല്ല, ചില സമയത്ത്. അപ്പോൾ തന്നെ നിങ്ങളോർക്കും ദൈവമേ ഉടമ്പടിയുടെ തന്നെ ഫലമായി അവൾ മോന്തം കയറ്റി നടന്ന് അവൾക്ക് ഇപ്പോൾ ഭയങ്കര സ്നേഹം, പഞ്ചാര സ്നേഹമാണെന്ന്. ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമോ എന്നൊക്കെ വിചാരിക്കും നമ്മൾ. ശരിയാണ്. ആ സ്നേഹം കഴിഞ്ഞ് അപ്പം ഡാഡിയും മമ്മിയും ഉറങ്ങാൻ നേരത്തെ ഡാഡിക്ക് കിസ് കൊടുക്കണം, അമ്മയ്ക്ക് കിസ് കൊടുക്കണം. ആകെപ്പാട് ഒരു പെരളിയാണ്. ആങ്ങളമാരുടെ എന്തൊരു സ്നേഹം. ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ സ്നേഹത്തിൽ അങ്ങനെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പോകണ കുടുംബം. പക്ഷെ 6 മാസം കഴിയുമ്പോൾ അവളെ കാണാനില്ല. അതല്ലേ പ്രശ്നം. അവളെ കാണാനില്ല. അത് കഴിയുമ്പോൾ തുറന്നു നോക്കിയപ്പോൾ പെട്ടിയിലെ പ്രമാണവും കാണാനില്ല. അത് പോയി. അത് സോഹ. ഇവൾ ഈ ആരാണ്ടോടെ കമ്പനി വെച്ചിട്ടേ ആ സംഭവത്തിന് ഇവർക്ക് പിടികൊടുക്കാത്ത രീതിയിൽ അവൾ തന്ത്രപരമായിട്ട് എൻ്റെ നിൽക്കുകയായിരുന്നു ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഈ പ്രമാണം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. 3 ഏക്കറിൻ്റെ പ്രമാണം.
അവനും അവളുമായിട്ട് നാട് കിടന്നിരിക്കുകയാണ്. എത്ര കുടുംബമുണ്ടെന്നറിയാവാ? ഞാൻ സ്ഥലങ്ങളൊന്നും പറയണില്ല. അപ്പം നമ്മൾക്കിതെല്ലാം സംഭവങ്ങളുണ്ട്. നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകുമെന്ന് കർത്താവ് ചോദിച്ചില്ലേ? നമുക്കതൊരു ചോദ്യമാണ്, എന്നും ചോദ്യമാണ്. ഞാനതാണ് നോക്കിയത്, ആ വചനം മനസ്സിൽ വന്നപ്പോൾ നോക്കിയതാണ്. നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകുമെന്ന്. ഒരുക്കി വെച്ചത് കൊണ്ട് മാത്രമല്ല, അതൊക്കെ അനുഗ്രഹമാണ്. അനുഭവിക്കാനുള്ള യോഗ്യത കർത്താവിൻ്റെ ചോദ്യമാണ്. നീ ഒരുക്കി വെച്ചിരിക്കണതൊക്കെ ആരുടേതാകും? വല്ല ബംഗാളിയുടേതാകുമെന്നാണ് ചോദിക്കണത്. ഇതാണ് വിഷയം വേണ്ടത്. കാര്യം എന്താ? നീ അങ്ങനത്തെ കൈ കാലോട്ട് അടിക്കേണ്ട കാര്യമില്ല. നീ ഇവളെ എൻട്രൻസിന് വിട്ടിട്ട് പിന്നെ അവളോട് വിളിച്ചു ചോദിക്കുന്നു. അമേരിക്ക, കാനഡയിലൊക്കെ എല്ലായിടത്തും വിട്ടിരിക്കുകയല്ലേ ആളാ. വിട്ടിട്ട് നീ വിളിക്കണേ എന്താണ്? വിളിച്ചു ചോദിക്കുമല്ലോ ഉടനെ. ഓരോ മാസം വിളിച്ചു ചോദിക്കും, എന്താ ശമ്പളം, സാലറി ആയ എന്താണ്? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടോ? പിന്നെ നിൻ്റെ എഡ്യൂക്കേഷൻ ലോണുണ്ടേ, പിന്നെ പെങ്ങളെ കെട്ടിച്ച വീട്ടിൽ അവിടെ അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഓരോ മാസം വിളിക്കുമ്പോൾ ഓരോ വയ്യാവേലി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയും ശമ്പളം കിട്ടിയിട്ടില്ല അമ്മേ, അങ്ങനെയാണ് എന്നൊക്കെ. അല്ലെങ്കിൽ അവൾ പറയും ഞങ്ങൾക്ക് പരീക്ഷയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവൾ പറയും. പക്ഷേ ഒരിക്കലും നീ ഇന്ന് ഞായറാഴ്ചയാണല്ല, നീ ഇന്ന് കുർബാനയ്ക്ക് പോയോ, ഇന്നലെ സന്ധ്യപ്രാർത്ഥന ചൊല്ലിയോ എന്ന് അമ്മ ചോദിക്കത്തില്ല. അവിടെയാണ് പണി കിട്ടുന്നത്. കാര്യം നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവളെ പഠിപ്പിച്ചിരിക്കുന്നത്. എൻട്രൻസിന് വിട്ടപ്പോഴും ഞായറാഴ്ച കുർബാന മുടങ്ങിയല്ല. വീട്ടിൽ മര്യാദയ്ക്ക് കാറ്റീസൊക്കെ നിന്നുകൊണ്ട് പോയിരുന്ന ആളാണ്. എൻട്രൻസിന് ആരും പോകാതെ ഒന്നും ഇരുന്നില്ല, പോയിട്ടുണ്ട്. പക്ഷേ മക്കൾ ദൈവത്തിൻ്റെ കൂടെയാണ്. ഈശോ ആദ്യമേ പറഞ്ഞായിരുന്നു, എന്താണ്? എന്നോടുകൂടെ ശേഖരിക്കാത്തവരെ ചിതറിച്ച് കളയുന്നു. ശേഖരിക്കണേ കുഴപ്പമില്ല, പക്ഷെ അത് ദൈവത്തിൻ്റെ കൂടെ ശേഖരിക്കണേ കുഴപ്പമില്ല. ലക്ഷങ്ങളോ കോടികളോ നിങ്ങൾ ഉണ്ടാക്കിയോ, പക്ഷേ ദൈവത്തിൻ്റെ കൂടെ ശേഖരിക്കണം. ഒരിക്കൽ ശിവകാശി ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കേരളക്കാരൻ്റെ ചിട്ടിക്കമ്പനി. ഞാനത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ചെന്ന് അവിടെയും കേരളക്കാരൻ്റെ ചിട്ടിക്കമ്പനി. കണ്ണൂർ ചെന്ന് അവിടെ ഈ ചിട്ടിക്കമ്പനി തന്നെ. പിന്നെ കേട്ട് പുള്ളി ഡൽഹിയിൽ 14 നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കണ സംഭവങ്ങളാണിത്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. ദൈവത്തെ മറന്ന് നിങ്ങൾ എന്ത് ശേഖരിച്ചാലും അതിൻ്റെ അകത്ത് ഒരു പോർഷൻ കർത്താവിൻ്റെ ഒരു ഷെയർ അവിടെ ഉണ്ടാകണം. കർത്താവ് ഷെയർ ഉണ്ടായാൽ പോലെ കർത്താവും കൂടി ഉണ്ടാകണം. എന്താ വെച്ചാൽ ധൂർത്തപുത്രന് പറ്റിയ അബദ്ധം അതാണേ. ധൂർത്തപുത്രന് പറ്റില്ലേ? അവൻ ശേഖരിച്ച് അവനെന്താ പറഞ്ഞത്? എനിക്ക് തരാനുള്ളത് ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞേ. അവൻ ബൈബിള് പിന്നെ കർത്താവാണ് കഥ പറഞ്ഞത് കൊണ്ടാണ് അവൻ തന്തൊക്കെ വിളിച്ച് കളയുമോ ചിലപ്പോൾ. ഈ അപ്പനിടയ്ക്ക് ചിലപ്പോൾ തോന്നിവാസം പറഞ്ഞിട്ടായിരിക്കാം, ഭീഷണിപ്പെടുത്തിയായിരിക്കും കാശ് വാങ്ങിച്ചിരിക്കണത് ഓഹരി. അല്ലെങ്കിൽ അപ്പം തന്നെ അർത്ഥം മുറിച്ച് കൊടുക്കേണ്ട കാര്യമാണ്. ഓഹരി ചോദിച്ചു, അപ്പം തന്നെ അപ്പൻ ആ ഓഹരി കൊടുത്തതാണ്. അപ്പം തന്നെ കൊടുക്കണമെങ്കിൽ മിക്കവാറും അവൻ നിക്കറൊക്കെ കാണിച്ച് മുണ്ടൊക്കെ മുടക്കുത്ത് തലയിലൊക്കെ കെട്ടി കത്തി കാണിച്ച് കാണും മിക്കവാറും അവൻ. അല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ കൊടുക്കണേ എങ്ങനെയാണ്? അല്ലെങ്കിൽ അപ്പന്മാരെ പിടിച്ച് നിർത്തത്തില്ല. അവിടെ നിൽക്കണ മകനെ ഇവൻ്റെ മുത്തൻ്റെ കല്യാണം കഴിയട്ടെ, അവനൊന്ന് പറഞ്ഞ് വിടട്ടെ, അത് കഴിയുമ്പോൾ നിനക്ക് തരാമെന്നൊക്കെ അല്ലേ പറയത്തുള്ളൂ. അതിന് സമയം കൊടുത്തില്ല, അപ്പന് സമയം കൊടുത്തില്ല. അത്ര പരിപാടി അവൻ കാണിച്ചിട്ടുണ്ട്. കിട്ടിയപ്പാടെ കിട്ടി അവന് അതും കൊണ്ട് സ്റ്റാൻഡ് വിട്ട് പോയി. എന്തുകൊണ്ടാണ്? അവനെന്താണ് അതിൻ്റെ അകത്ത് അവൻ്റെ സ്വത്തിൽ കർത്താവ് കക്ഷിയല്ല. അതാണ് ഈശോ പറയണത്. എന്നോട് കൂടെ അല്ല ശേഖരിക്കാത്തവൻ. ആ സ്വത്തിലെ കർത്താവ് കക്ഷിയല്ല. നിൻ്റെ സ്വത്തിലും നിൻ്റെ സൗന്ദര്യത്തിലാണെങ്കിൽ പോലും കർത്താവ് കക്ഷിയാകണം. നിൻ്റെ സൗന്ദര്യത്തിൽ നീ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി 46,000 രൂപയ്ക്ക് മുഖത്തിൽ സംഭവം എഴുതിക്കൊണ്ട് വന്നാലും മുതുകത്ത് മുഴുവൻ ടാറ്റു ഇപ്പോൾ എവിടെയൊക്കെയാണ് ആൾക്കാർ കുത്തണത്, ഞാൻ ഒന്നും പറയണില്ല. അതിനൊക്കെ 6,000 12,000 രൂപ വയ്ക്കുമ്പോൾ നിൻ്റെ സൗന്ദര്യ വർദ്ധനയ്ക്ക് കർത്താവ് അവിടെ കക്ഷിയല്ല. നിൻ്റെ ടാറ്റു നിൻ്റെ സ്വകാര്യ ഭാഗത്ത് കുത്തുന്നിടത്ത് എവിടെയാണ് കർത്താവ് കക്ഷി? അത് ആർക്ക് വേണ്ടിയാണ് കുത്തണത്? അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ സൗന്ദര്യ വർധന വിഷയത്തിൽ പോലും കർത്താവ് കക്ഷിയാകണമെന്നാണ് ബൈബിൾ പറയണത്. സൗന്ദര്യം വേണ്ടെന്നല്ല ഈശോ പറഞ്ഞത്. സൗന്ദര്യം ആവശ്യം തന്നിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചില സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നതും ചിലർക്ക് ഇഷ്ടപ്പെടാത്തതും, സൗന്ദര്യ പുരുഷനെ ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണ്? അവന് തക്ക ആൾ വരുമ്പോൾ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ അർത്ഥം. എല്ലാവർക്കും സൗന്ദര്യം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. നമുക്കെൻ്റെ കോൺഫിഡൻസ് വേറെ ആരാണ്ടിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ നമുക്ക് കോൺഫിഡൻസ് പോണത്. ദൈവത്തിന് നിങ്ങളെ കണ്ട് കോൺഫിഡൻസ് പോയിട്ടില്ല. എന്താ കാര്യം? അതുകൊണ്ടാണ് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരണം. അതിൻ്റെ കാര്യം അതാണ്.
അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന സൗന്ദര്യം ആ പാസ്വേഡുള്ള ആൾ വരും. അതാണ് എൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കോംപ്ലക്സ് മറ്റുള്ളവരെ കണ്ടിട്ട് നീ കൊണ്ടുപോയി കർത്താവിന് എന്നെ കക്ഷി ചേർക്കാത്ത സൗന്ദര്യത്തിൽ പോലും നീ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.